എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ക്ഷേമ പെൻഷൻ ജൂലൈ മാസത്തേത് വിതരണം തുടരുകയാണ്. ഇനി ഓണത്തിന് 4000 രൂപ പെൻഷനാണ് ലഭിക്കാനിരിക്കുന്നത് എന്നാണ് വിവരം. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളും മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് പറയുന്നത്. സംസ്ഥാനത്ത് ആരംഭിച്ച മസ്റ്ററിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം കഴിയുന്നതോടുകൂടി പിന്നെ കൃത്യം 2 മാസമാണ് ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് പൂർത്തീകരിക്കാനുള്ളത്. സംസ്ഥാനത്തെ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരും വിവിധ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും നിർബന്ധമായും മസ്റ്ററിങ് ചെയ്യണം. 2025 ഡിസംബർ 31 ശേഷം പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ള, അതായത് ഈ 2026 പുതുതായി പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ളവർ ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യേണ്ടതില്ല. ബാക്കിയുള്ള എല്ലാ ആളുകളും മസ്റ്ററിങ് ചെയ്യണം. അതേസമയം കഴിഞ്ഞ ജൂൺ 30 വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ നമ്മൾ പറഞ്ഞിരുന്നു. അത് നൽകാത്തവർക്ക് പെൻഷൻ മുടങ്ങി തുടങ്ങിയിട്ടുണ്ട്. മുടങ്ങിയവർക്ക് പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും സെക്രട്ടറി ഡിജിറ്റൽ സിഗ്നേച്ചർ നൽകുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയാൽ പോലും ഓണപ്പെൻഷൻ മുടങ്ങിയേക്കാനുള്ള സാധ്യതയുണ്ട്. 20-ാം തീയതിക്ക് ശേഷമാണ് ഓണപ്പെൻഷൻ വിതരണം ചെയ്യുന്നത് എങ്കിൽ മാത്രമേ ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയാൽ പോലും ഓണപ്പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ ഓണപ്പെൻഷനും മുടങ്ങുന്നതാണ്. അപ്പോൾ നമ്മൾ പല തവണ പറഞ്ഞതാണ് ഈ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം. പല ആളുകളും അത് അവഗണിച്ചത് കൊണ്ടാണ് ഇത്തരം ഒരു ദുർവിധി ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെൻഷന്റെ കാര്യത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി പെൻഷൻ വിതരണത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ജൂലൈ മാസത്തെ പെൻഷൻ വീടുകളിൽ വിതരണം സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകം ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. കിട്ടിയിട്ടുള്ളവർ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. കിട്ടാത്തവരും കമന്റ് ചെയ്യുക. ഓണപ്പെൻഷൻ നേരത്തെ വിതരണം ഉണ്ടാകും. അതായത് 26-ാം തീയതിയാണ് തിരുവോണം വരുന്നത്. ഉത്രാടത്തിന് മുമ്പ് തന്നെ എല്ലാവർക്കും പെൻഷൻ എത്തുന്ന തരത്തിലുള്ള വിതരണമാണ് സർക്കാർ ഒരുക്കുന്നത്. ഈ മാസം 15-ന് ശേഷം തന്നെ, ഓഗസ്റ്റ് 15-ന് ശേഷം തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. 1 മാസത്തെ എന്തായാലും നേരത്തെ ലഭിക്കും. ഇതിനോടൊപ്പം സെപ്റ്റംബർ മാസത്തേത് കൂടി ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. പിണറായി സർക്കാർ കുടിശ്ശിക തീർക്കാനാണ് എങ്കിൽ പോലും 2 മാസത്തെ പെൻഷൻ ഓണത്തോടനുബന്ധിച്ച് നൽകിയിരുന്നു. പക്ഷേ ഈ ഓണത്തോടനുബന്ധിച്ച് 2 മാസത്തെ പെൻഷൻ ഓഗസ്റ്റ് മാസത്തിൽ നേരത്തെ ലഭിച്ചാൽ പിന്നീട് പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഒക്ടോബർ 24 വരെ കാത്തിരിക്കേണ്ടി വരും. അതായത് ദീർഘനാളത്തെ കാത്തിരിപ്പ് പിന്നീട് പെൻഷൻ ലഭിക്കാൻ ഉണ്ടാകും എന്നുള്ളതും നോക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ്. അപ്പൊ പെൻഷൻ മുടങ്ങിയവർ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക. മസ്റ്ററിങ് കൃത്യസമയത്ത് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അക്ഷയയിലെത്തി മസ്റ്ററിങ് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് വീടുകളിലെത്തി മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം അടുത്ത മാസത്തോടു കൂടി ലഭ്യമാക്കുന്നതാണ്. അക്ഷയയിൽ അറിയിക്കുക, അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധി, നിങ്ങളുടെ വാർഡ് മെമ്പർ, മുനിസിപ്പൽ കൗൺസിലർ ഇവരെ അറിയിക്കുക, അല്ലെങ്കിൽ പഞ്ചായത്തിൽ വിവരം അറിയിക്കുക. പഞ്ചായത്ത് തലങ്ങളിൽ നിന്നും അടുത്ത മാസം അവസാനത്തോടു കൂടി ക്യാമ്പുകളും സംഘടിപ്പിക്കും. മസ്റ്ററിങ്ങിന് വേണ്ടിയുള്ള ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നതാണ്. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.